സഭയുടെ ജില്ലാ സഭയുടെ അല്ലെങ്കിൽ ജനസഭയുടെ നിർദ്ദേശം തന്നെയാണ് ഓരോരോ ഉപസഭകളും രാമായണ സമീക്ഷാന്നോ എന്തെങ്കിലും പറയാൻ നടത്തണം എന്നൊരു നിർദ്ദേശം ഉണ്ടായി. അതനുസരിച്ച് നമ്മൾ എല്ലാ വർഷവും തന്നെ രാമായണത്തിൻ്റെ അഥവാ രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് ഇതുപോലെ എന്തെങ്കിലും ഒരു പരിപാടി പതിവുണ്ട്. ഇപ്രാവശ്യം മൂവാറ്റുപുഴ സഭയുടെ ആഭിമുഖ്യത്തിൽ 3 സ്ഥലത്തായിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് നമ്മുടെ കാലാമ്പൂർ ഏരിയ, വാളകം ഏരിയ, ഇഞ്ചൂർ, വാരപ്പെട്ടി ഏരിയ. വളരെ ശകലം ഏരിയ നമുക്കുള്ളൂ, കുറച്ച് മെമ്പർമാരേ ഉള്ളൂ. ആകെ ഈ 3 ഏരിയയിൽ നടത്താനുള്ള വൈപുണ്യമേ നമ്മുടെ സഭയ്ക്കുള്ളൂ. അതിന് ഇന്നത്തെ ഒരു ആപ്തവാക്യമാണ് നമുക്ക് ആ കാവ്യത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. കാരണം എല്ലാ രീതിയിലും രാവണനാണെങ്കിലും ദുഷ്ടകഥാപാത്രങ്ങൾ, അതുകൊണ്ട് ശൂർപ്പണഖ, അതുപോലുള്ള അവതാരങ്ങൾ ഇപ്പോഴും നമ്മൾ നിലവിലുള്ള സാഹചര്യമാണ്. കാരണം ആ ഒരു വ്യൂവിലേക്കാണ് അദ്ദേഹം വന്ന് നമ്മളെ തിരിച്ചുവിടുന്നത്. അങ്ങനെയുള്ള എല്ലാ കഥാപാത്രങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് പുത്രധർമ്മം, സഹോദര സ്നേഹം, പിന്നെ അതുപോലെ തന്നെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ, നല്ല ജനങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുക എന്നുള്ളൊരു ധാർമ്മിക ബാധ്യത നമുക്കുണ്ട് എന്നും അതിൽ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും മനോഹരമായ ഒരു കാവ്യ സങ്കല്പത്തിൽ കൂടിയാണ് നമ്മളെ അവർ നല്ല രീതിയിലേക്ക് നയിച്ചത്. കാരണം 1000 വർഷത്തോളം പഴക്കമുള്ള ഇത് നമുക്ക് അന്നത്തെ രീതിയിൽ തന്നെ ഇപ്പോഴും ആനുകാലികമായ കാര്യങ്ങളിൽ കൂടിയാണ് ഇപ്പോൾ അത് കടന്നു പോകുന്നത്. കാരണം അതിൻ്റെ മലയാള പരിഭാഷ കാണുമ്പോൾ തന്നെ നമ്മൾ വളരെയധികം ഇത് കാരണം ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളാണ് അതിലെല്ലാം കാണിച്ചിരിക്കുന്നത്. അങ്ങനെ സമാധാനവും പരസ്പര സ്നേഹവും എക്കാലവും നിലനിൽക്കട്ടെ. വിദ്യാർത്ഥികൾക്ക് നല്ല അറിവ് നേടാനും മുതിർന്നവർക്ക് ആയുരാരോഗ്യം രാമരാവണന്മാരുടെ യുദ്ധം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശക്തി എത്രയാണെന്ന് പറയാൻ പറ്റില്ല. അത് മാത്രമേ അതിനോട് ഉപയോഗിക്കാവുള്ളൂ, വേറെ ഒന്നുമില്ല. അതാണ് ഗഗനം ഗഗനാകാരം, ആകാശം ആകാശസമം മാത്രം, സാഗരം സാഗരോപമം, സാഗരം സാഗരം പോലെ മാത്രം. അതുപോലെ രാമരാവണന്മാരുടെ യുദ്ധം അതിനോട് ഉപയോഗിക്കാൻ വേറെ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ രാമായണ മഹാത്മ്യത്തെക്കുറിച്ചാണ് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാൻ തുടങ്ങിയത്.
പറയും. അങ്ങനെയാണോ? ആ അത് ശരി. അതെ. വാൽമീകി മഹർഷിയുടെ യഥാർത്ഥ പേരെന്താ? അവസരം അല്ല കൈ വെച്ച് കൊടുക്കണം. സാധിക ഇവിടെ വന്നിരിക്കൂ, ഫ്രണ്ടിലേക്ക് വരൂ. സാധിക വരൂ. സാധിക നമ്മളെ മഹർഷിയുടെ പേര് പഴയ പൂർവാശ്രമത്തിന്റെ പേര്. രത്നാകരൻ. ശിവഭക്തൻ എന്ന് പറയുന്നത് രാവണനാണ്. അപ്പോൾ രാവണനെ കൊണ്ട് ഇവിടെ പൂജ കഴിക്കണം. എന്തിന്? രാവണനെ വധിക്കാൻ. എന്നാലേ രാവണനെ വധിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു വളരെയധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ